നമസ്കാരം സുഹൃത്തുക്കളെ. കേരള PSC പരീക്ഷയിൽ 2 മാർക്ക് ഉറപ്പിക്കാൻ ഇനി കാണാതെ പഠിച്ച് തലപുകയ്ക്കേണ്ട. കേരളത്തിലെ മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളെയും വെറും 5 മിനിറ്റ് കൊണ്ട് സിമ്പിൾ കോഡിലൂടെ എങ്ങനെ ഓർത്തിരിക്കാമെന്ന് നമുക്കിന്ന് നോക്കാം. നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വകുപ്പും അതേപോലെ അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുമാണ് വന്നത് എന്നുള്ളത് നോക്കാം. VD സതീശൻ, പറവൂർ മണ്ഡലം മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ധനകാര്യം, നിയമം, തുറമുഖം, ആസൂത്രണം. നമ്മുടെ കോഡ് ഇതാണ് മക്കളെ. പറവൂറുള്ള സതീശൻ കൃത്യമായ ആസൂത്രണത്തോടെ നിയമം പാലിച്ച് തുറമുഖം വഴി ധനം കൊണ്ടുവരുന്ന മുഖ്യനാണ്. അപ്പോൾ കോഡ് ഇങ്ങനെ ഒന്ന് ഓർത്തു വച്ചാൽ മതി. എന്താണ്? പറവൂറുള്ള സതീശൻ കൃത്യമായ ആസൂത്രണത്തോടെ നിയമം പാലിച്ച് തുറമുഖം വഴി ധനം കൊണ്ടുവരുന്ന മുഖ്യനാണ്. അപ്പോൾ അതിൽ വരും ധനകാര്യം, നിയമം, തുറമുഖം, ആസൂത്രണം. രണ്ടാമത് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിൻ്റെ മണ്ഡലം ചോദിച്ചാൽ ഹരിപ്പാടാണ്. അദ്ദേഹം ഏതൊക്കെ വകുപ്പുകളാണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്നാണ് ആഭ്യന്തരം, വിജിലൻസ്, ജയില്, ഫയർ, അതേപോലെ തന്നെ കയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കോഡ് ഇങ്ങനെയാണ്. ഹരിപ്പാടുള്ള രമേശൻ കയർ ഫാക്ടറിയിലെ ഫയർ അല്ലെങ്കിൽ തീപിടുത്തം തടയാൻ ആഭ്യന്തര വകുപ്പിനെയും വിജിലൻസിനെയും വിളിച്ച് പ്രതികളെ ജയിലിലാക്കി എന്നുള്ളത് ഓർക്കുക. അപ്പോൾ നോക്കി, ഹരിപ്പാടുള്ള രമേശൻ കയർ ഫാക്ടറിയിലെ ഫയർ അതായത് തീപിടുത്തം തടയാൻ ആഭ്യന്തര വകുപ്പിനെയും വിജിലൻസിനെയും വിളിച്ച് പ്രതികളെ ജയിലിലാക്കി എന്ന് ഓർത്താൽ മതി. അടുത്ത് നോക്കിയേ, മൂന്നാമത്തെ നമ്മുടെ മന്ത്രി K മുരളീധരനാണ്. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നാണെന്ന് ചോദിച്ചാൽ വട്ടിയൂർക്കാവാണ്. ഏതൊക്കെയാണ് നിലവിൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ? ആരോഗ്യം, ദേവസ്വം, കുടുംബക്ഷേമം. ആരോഗ്യം, ദേവസ്വം, കുടുംബക്ഷേമം. നമുക്ക് നോക്കാം. കോഡ് ഇങ്ങനെയാണ്. അതായത് വട്ടിയൂർക്കാവിലെ മുരളി ദേവസ്വത്തിൽ അതായത് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചതിനാൽ കുടുംബത്തിന് നല്ല ആരോഗ്യം കിട്ടി എന്നോർത്താൽ മതി. അപ്പോൾ വട്ടിയൂർക്കാവിലെ മുരളി ദേവസ്വത്തിൽ പോയി പ്രാർത്ഥിച്ചതിനാൽ കുടുംബത്തിന് നല്ല ആരോഗ്യം കിട്ടി. അപ്പോൾ നോക്കിയേ, മുരളീധരൻ ഏത് മണ്ഡലത്തിലാ? വട്ടിയൂർക്കാവ്. എന്തൊക്കെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ്? ആരോഗ്യം, ദേവസ്വം, കുടുംബക്ഷേമം. നോക്കിയേ, വട്ടിയൂർക്കാവിലെ മുരളി ദേവസ്വത്തിൽ പോയി അല്ലെങ്കിൽ എന്താണ് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചതിനാൽ കുടുംബത്തിന് നല്ല ആരോഗ്യം കിട്ടി. അടുത്ത് നോക്കിയേ, P കുഞ്ഞാലിക്കുട്ടി. മലപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം. ഏതൊക്കെ വകുപ്പുകളാണ്? വ്യവസായം, IT, AI, സ്റ്റാർട്ടപ്പുകൾ. കോഡ് ഇങ്ങനെയാണ്. മലപ്പുറത്തെ കുഞ്ഞാലിക്കുട്ടി പുതിയ സ്റ്റാർട്ടപ്പുകളും വ്യവസായങ്ങളും തുടങ്ങാൻ IT-യും AI-യും ഉപയോഗിക്കുന്നു. അപ്പോൾ ഇപ്പം നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലപ്പുറത്തെ കുഞ്ഞാലിക്കുട്ടി പുതിയ സ്റ്റാർട്ടപ്പുകളും വ്യവസായങ്ങളും തുടങ്ങാൻ IT-യും AI-യും ഉപയോഗിക്കുന്നു. അടുത്ത് നമുക്ക് നോക്കാം. AP അനിൽകുമാർ. മണ്ഡലം വണ്ടൂരാണ്. ഏതൊക്കെ വകുപ്പുകൾ? റവന്യൂ, സർവേ ആണ്. കോഡ് ഇങ്ങനെയാണ്. അനിൽ തൻ്റെ വണ്ടിയിൽ വണ്ടൂർ പോയി ഭൂമി സർവേ ചെയ്ത് റവന്യൂ കാര്യങ്ങൾ നോക്കുന്നു. അപ്പോൾ അനിൽ തൻ്റെ വണ്ടിയിൽ, അതാണ് വണ്ടൂർ എന്ന് പറയുന്നത്. അനിൽ തൻ്റെ വണ്ടിയിൽ പോയി ഭൂമി സർവേ ചെയ്ത് റവന്യൂ കാര്യങ്ങൾ നോക്കുന്നു. അടുത്ത് നമുക്ക് നോക്കാം. PC വിഷ്ണുനാഥ്. കുണ്ടറ. ടൂറിസമാണ്, സാംസ്കാരികം. അപ്പം നോക്കിയേ, കുണ്ടറയാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം. ടൂറിസവും സാംസ്കാരികവും. കോഡ് ഇങ്ങനെയാണ്. വിഷ്ണു കുണ്ടറയിലെ സാംസ്കാരിക പൈതൃകം കാണാൻ വന്ന ടൂറിസ്റ്റുകളെ സ്വീകരിക്കുന്നു. അപ്പോൾ വിഷ്ണു കുണ്ടറയിലെ സാംസ്കാരിക പൈതൃകം കാണാൻ വന്ന ടൂറിസ്റ്റുകളെ സ്വീകരിക്കുന്നു. അടുത്ത് നോക്കിയേ, സണ്ണി ജോസഫ്. മണ്ഡലം പേരാവൂരാണ്. വൈദ്യുതി, പരിസ്ഥിതി, പാർലമെൻ്ററി കാര്യമാണ്. യെസ്, കോഡ് എങ്ങനെയാണ്? സണ്ണി ഉള്ള ദിവസങ്ങളിൽ അതായത് വെയിലുള്ള ദിവസങ്ങളിൽ പരിസ്ഥിതി നന്നായിരിക്കും, സോളാർ വൈദ്യുതിയും കിട്ടും. ഇത് പാർലമെൻറ്റിൽ വലിയ പേരെടുത്തു. ഓക്കെ, അപ്പോൾ പേരാവൂർ. സണ്ണി ഉള്ള ദിവസങ്ങളിൽ പരിസ്ഥിതി നന്നായിരിക്കും, സോളാർ വഴി വൈദ്യുതിയും കിട്ടും. ഇത് പാർലമെൻറ്റിൽ വലിയ പേരെടുത്തു. റോജി M. ജോൺ. അങ്കമാലിയാണ്. ഉന്നത വിദ്യാഭ്യാസം. കോഡ് ഇങ്ങനെയാണ്. അങ്കമാലിയിലെ റോജി ഉന്നത വിദ്യാഭ്യാസം നേടി. അങ്കമാലിയിലെ റോജി ഉന്നത വിദ്യാഭ്യാസം നേടി. അടുത്തത് N. ഷംസുദ്ദീനാണ്. മണ്ണാർക്കാടാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം. പൊതുവിദ്യാഭ്യാസം, ന്യൂനപക്ഷം, വഖഫ്, ഹജ്ജാണ്. കോഡ് ഇങ്ങനെയാണ്. മണ്ണാർക്കാട്ടുകാരനായ ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസത്തിലൂടെ ന്യൂനപക്ഷങ്ങളുടെയും വഖഫ്, ഹജ്ജ് തീർത്ഥാടകരുടെയും ക്ഷേമം ഉറപ്പാക്കുന്നു. മണ്ണാർക്കാട്ടുകാരനായ ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസത്തിലൂടെ ന്യൂനപക്ഷങ്ങളുടെയും വഖഫ്, ഹജ്ജ് തീർത്ഥാടകരുടെയും ക്ഷേമം ഉറപ്പാക്കുന്നു.
അടുത്ത നോക്കിയേ KM ഷാജി, വേങ്ങരയാണ് മണ്ഡലം, തദ്ദേശ ഭരണം. കോഡിങ്ങനെയാണ് വേങ്ങരയിലെ ഷാജി സ്വന്തം നാട്ടിലെ തദ്ദേശ ഭരണം അടിപൊളിയാക്കി. അടുത്ത നോക്കിയേ ബിന്ദു കൃഷ്ണ, കൊല്ലമാണ് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം, തൊഴിൽ വനിതാ ശിശുക്ഷേമം ക്ഷീരവികസനമാണ് ബിന്ദു കൃഷ്ണ. കോഡിങ്ങനെയാണ് കൊല്ലത്തുള്ള ബിന്ദു എന്ന വനിത കുട്ടികൾക്ക് വേണ്ടി ക്ഷീരവികസന മേഖലയിൽ പുതിയ തൊഴിൽ കണ്ടെത്തി, അത് പശു വളർത്തലായിരുന്നു എന്ന് ഓർത്താൽ മതി. അപ്പോൾ കൊല്ലത്തുള്ള ബിന്ദു എന്ന വനിത കുട്ടികൾക്ക് ശിശുക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ക്ഷീരവികസന മേഖലയിൽ പശു വളർത്തൽ പുതിയ തൊഴിൽ കണ്ടെത്തി. അടുത്തത് മോൻ ജോസഫാണ്, കടുത്തുരുത്തി, ജലവിഭവം ഭവന നിർമ്മാണം. കോഡിങ്ങനെയാണ് കടുത്തുരുത്തിയിലെ മോൻസ് എന്താണ് വലിയൊരു ഭവനം നിർമ്മിച്ച് അതിലേക്ക് ജലവിഭവം കണക്ഷൻ എത്തിച്ചു, അല്ലെങ്കിൽ പൈപ്പ് കണക്ഷൻ കൊടുത്തു എന്ന് ഓർത്താൽ മതി. കടുത്തുരുത്തിയിൽ മോന് വലിയൊരു ഭവനമുണ്ടാക്കി, ആ എന്താണ് ഭവനത്തിലേക്ക് എന്ത് ചെയ്തു? പൈപ്പ് കണക്ഷൻ എത്തിച്ചു. ഷിബു ബേബി ജോൺ, ചവറയാണ് നിയോജക മണ്ഡലം, വനം നൈപുണ്യ വികസനമാണ്. കോഡിങ്ങനെയാണ് ചവറുകൾ കളഞ്ഞ് വനം സംരക്ഷിക്കാൻ ഷിബു ബേബിക്ക് നല്ല നൈപുണ്യമുണ്ട്, അല്ലെങ്കിൽ നല്ല സ്കില്ലുണ്ട്. അപ്പോൾ ചവറുകൾ കളഞ്ഞ് വനം സംരക്ഷിക്കാൻ ഷിബു ബേബിക്ക് നല്ല നൈപുണ്യമുണ്ട്. അടുത്തത് CP ജോണാണ്, തിരുവനന്തപുരമാണ് നിയോജക മണ്ഡലം, ഗതാഗതമാണ്. കോഡ് തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ജോണിന് വലിയ ഗതാഗത ബിസിനസ് പോലെ KSRTC ഉണ്ട് എന്ന് ഓർത്താൽ മതി. അടുത്തത് അനൂപ് ജേക്കബാണ്, പിറവമാണ് നിയോജക മണ്ഡലം, ഭക്ഷ്യം അതേപോലെ തന്നെ സിവിൽ സപ്ലൈസ് ആണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ്. കോഡിങ്ങനെയാണ് പിറവത്തു നിന്നും അനൂപ് നമുക്കെല്ലാവർക്കും കഴിക്കാൻ ഭക്ഷണം റേഷൻ സിവിൽ സപ്ലൈസ് വഴി എത്തിക്കുന്നു. അടുത്തത് M ലിജു, കായംകുളം, സഹകരണം എക്സൈസ് ആണ്. കോഡിങ്ങനെയാണ് കായംകുളത്തെ ലിജു എല്ലാവരുമായി സഹകരിച്ച് നടന്ന് എന്താണ് ലിക്കർ പിടിക്കാൻ എക്സൈസിനെ, അല്ലെങ്കിൽ കള്ളച്ചാരായം പിടിക്കാൻ എക്സൈസിനെ സഹായിക്കുന്നു. അപ്പോൾ കായംകുളത്തെ ലിജു എല്ലാവരുമായി സഹകരിച്ച് നടന്ന് കള്ളച്ചാരായം പിടിക്കാൻ എക്സൈസിനെ സഹായിക്കുന്നു എന്നോർത്താൽ മതി. അടുത്ത നോക്കിയേ OJ ജനീഷ്, കൊടുങ്ങല്ലൂരാണ് നിയോജക മണ്ഡലം, കായികം യുവജനക്ഷേമം രജിസ്ട്രേഷൻ മ്യൂസിയമാണ് കൈകാര്യം ചെയ്യുന്നത്. കോഡ് കൊടുങ്ങല്ലൂരിലെ ജനീഷ് എന്ന യുവജനത്തിന് കായിക കാര്യങ്ങളും ചരിത്ര മ്യൂസിയവും ആധാരവും രജിസ്ട്രേഷനും ജീവനാണ്. അടുത്ത നോക്കിയേ KA തുളസി, കൊങ്ങാടാണ്, പട്ടികജാതി പട്ടികവർഗ ക്ഷേമം പിന്നോക്കക്ഷേമമാണ് ഏതെന്ന് പറയുന്നത് KA തുളസി. കോഡ് കൊങ്ങാട്ടെ തുളസി പിന്നോക്ക വിഭാഗങ്ങളുടെയും പട്ടികജാതി വർഗക്കാരുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നു. അപ്പോൾ കൊങ്ങാട്ടെ തുളസി പിന്നോക്ക വിഭാഗക്കാരുടെയും പട്ടികജാതിക്കാരുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നു. അടുത്ത നോക്കിയേ PK ബഷീറാണ്, ഏറനാടാണ് നിയോജക മണ്ഡലം, പൊതുമരാമത്ത്. കോഡ് ഏറനാട്ടിലെ ബഷീർ റോഡും പാലവും പണിയുന്ന പൊതുമരാമത്ത് കോൺട്രാക്ടറാണ്. അപ്പോൾ ഏറനാട്ടിലെ ബഷീർ എന്താണ്? റോഡും പാലവും പണിയുന്ന പൊതുമരാമത്ത് കോൺട്രാക്ടറാണ്. അടുത്ത നോക്കിയേ VE അബ്ദുൽ ഗഫൂർ, കളമശ്ശേരിയാണ്, ഫിഷറീസ് സാമൂഹ്യ നീതി. കോഡിങ്ങനെയാണ് കളമശ്ശേരിയിലുള്ള ഗഫൂർ മീൻപിടുത്തക്കാരനാണ്, അല്ലെങ്കിൽ മീൻപിടുത്തത്തിന് വേണ്ടി സാമൂഹ്യ നീതി വാങ്ങിക്കൊടുത്തു എന്നോർത്താൽ മതി. അപ്പോൾ നമുക്കത് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാം, അതായത് 16ാം നിയമസഭ, ഇപ്പോൾ നടക്കുന്നത് 16ാം അസംബ്ലി. നമുക്കറിയാം എല്ലാവർക്കും 16ാം കേരള നിയമസഭയാണ്. അതിലെ മന്ത്രിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ VD സതീശൻ എന്നുള്ളത് നമുക്ക് അറിയാം. 13ാമത്തെ മന്ത്രിയാണ് ഈ പറയുന്ന VD സതീശൻ എന്ന് പറയുന്നത്. 13ാമത്തെ മന്ത്രിയാണ്. 13ാമത്തെ മന്ത്രി എന്നുള്ളത് കൂടി മക്കളെ ഒന്ന് ഓർത്തു വയ്ക്കണം. ഓക്കെ, ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ അടുത്ത ഒരു കാര്യം നോക്കുവാണെങ്കിൽ എന്താണ്? കോൺഗ്രസ്സിലെ 5ാമനാണ്, കോൺഗ്രസ്സിൽ നിന്നും വന്നവരുടെ 5ാമത്തെ നേതാവാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയായ VD സതീശൻ. അപ്പോൾ കോൺഗ്രസ്സിൽ 5ാമൻ, കോൺഗ്രസ്സിൽ നിന്ന് വരുന്ന 5ാമത്തെ നേതാവ് ആദ്യം R ശങ്കർ, K കരുണാകരൻ, AK ആൻ്റണി, ഉമ്മൻചാണ്ടി എന്നിവർക്ക് ശേഷം സതീശൻ കൈപ്പത്തിയിലെ 5 വിരലുകൾ പോലെ എന്ന് ഓർത്താൽ മതി. 5ാമത്തെ വ്യക്തിയാണ് ഈ പറയുന്ന VD സതീശൻ എന്നുള്ളത് ഓർക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ നിലവിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് നിലവിൽ ഈ പറയുന്ന നമ്മുടെ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ 16ാം കേരള നിയമസഭ എടുത്തു നോക്കുകയാണെങ്കിൽ ആകെ വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്?
എത്രയായിരുന്നു എന്നുള്ളത് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? അതായത് 2,71,42,952 പേരാണ് ആകെ വോട്ടർമാരെന്ന് പറയുന്നത്. വനിതാ വോട്ടർമാർ നോക്കുകയാണെങ്കിൽ 1,39,21,868. പുരുഷ വോട്ടർമാരാണെങ്കിലോ 1,32,081 811 20,811 പുരുഷ വോട്ടർമാർ. ഭിന്നലിംഗ വോട്ടർമാരും ഈ പ്രാവശ്യം നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വോട്ട് ചെയ്തിട്ടുണ്ട്. 273 ഭിന്നലിംഗ വോട്ടർമാർ. ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നവർ കന്നി വോട്ടർമാർ എത്രയാണെന്ന് ചോദിച്ചാൽ 4,66,408. നമുക്കറിയാം ആദ്യമായിട്ട് കന്നി വോട്ട് നടത്തിയ ആളുകൾക്ക് ഹൽവ കൊടുത്താണ് സ്വീകരിച്ചത് എന്നൊക്കെയായിരുന്നു നിലവിലെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരുന്നത്. അത് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഇനി ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് ജില്ല ചോദിക്കുകയാണെങ്കിൽ മലപ്പുറമാണ്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? യെസ്, നമ്മുടെ തിരൂരാണ് എന്നുള്ളത് ഓർക്കുക. അതേപോലെ തന്നെ കുറവ് വോട്ടർമാർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് വോട്ടർമാർ രേഖപ്പെടുത്തിയ ജില്ല അത് വയനാടാണ്. മണ്ഡലം ചോദിക്കുകയാണെങ്കിൽ അത് എറണാകുളമാണ് എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊടുവള്ളിയാണ്. 13 വോട്ടർമാരാണ്. 13 സ്ഥാനാർത്ഥികളാണ് നിലവിൽ മത്സരിച്ച് കൊടുവള്ളി. കൂടുതൽ ഭൂരിപക്ഷം പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മലപ്പുറത്ത്. നമുക്കറിയാം 85,327 വോട്ടുകളാണ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് മലപ്പുറത്ത് നിന്നും കിട്ടിയത്. കുറഞ്ഞ ഭൂരിപക്ഷമാണെങ്കിൽ സി രവീന്ദ്രനാഥ് മണലൂർ മണ്ഡലം 126 വോട്ട്. പ്രായം കൂടിയ അംഗം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ വർഷത്തെ നമ്മുടെ സഖാവ് പിണറായി വിജയനാണ്. ധർമ്മടം മണ്ഡലത്തിൽ നിന്ന്. പ്രായം കുറഞ്ഞത് എം ഡി തോമസ് ആലപ്പുഴയും അതേപോലെ തന്നെ വി ടി സൂരജ് ബാലുശ്ശേരിയാണെന്നുള്ളത് കൂടി ഓർക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർക്കണം. അതേപോലെ തന്നെ എത്രാമത്തെ തെരഞ്ഞെടുപ്പാണെന്ന് ചോദിച്ചാൽ 17ാമത്തെയാണ്. നിലവിൽ വന്ന നിയമസഭ ചോദിച്ചാൽ 16ാമത്തെയാണ്. തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് 2026 ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് നടന്നത്. ഫലപ്രഖ്യാപനമാണെങ്കിൽ 2026 മെയ് 4. സത്യപ്രതിജ്ഞ മുഖ്യമന്ത്രി എന്നാണ് നടത്തിയതെന്ന് ചോദിച്ചാൽ 2026 മെയ് 18. ആകെ മണ്ഡലങ്ങൾ 140. പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14. പട്ടികവർഗമാണെങ്കിൽ 2 എന്നുള്ളത് കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർക്കുക. വനിതാ പ്രാതിനിധ്യമാണെങ്കിൽ 11 എന്നുള്ളത് ഓർത്തേക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. കോഡ് എല്ലാവരും ഓർത്തിരിക്കുക. കോഡ് ഓർത്തിരുന്നാൽ അത്യാവശ്യം നിങ്ങൾക്ക് ഇതിൻ്റെ അന്ന് മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ. ഇതോടുകൂടി നമ്മുടെ കമ്പനി ബോർഡ് LGSൻ്റെ ക്ലാസ് ഇവിടെ തീരുകയാണ്. ഇത്രയും നാൾ നമ്മുടെ കൂടെ നിന്ന് സഹകരിച്ച എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരുപാട് നന്ദി. നിങ്ങൾ തന്ന സ്നേഹവും സപ്പോർട്ടും തന്നെയാണ് നമ്മുടെ ഓരോ ദിവസം മുന്നോട്ടേക്ക് കൊണ്ടുപോയത്. അപ്പോൾ തുടർന്നും ഇങ്ങനെ തന്നെ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിനി കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞു. ക്ലാസ്സുകൾ ഫുൾ കംപ്ലീറ്റ് ആയി. ഏകദേശം 100ൽ പരം ക്ലാസ്സുകളാണ് നമ്മുടെ കമ്പനി ബോർഡ് LGSന് വേണ്ടി പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ നൽകിയത്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും PDF നോട്ട് ഉൾപ്പെടെയാണ് തന്നത്. കൂടാതെ ക്വസ്റ്റ്യൻ ബോളും എല്ലാം നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഈ ഒരു ബാച്ച് ഇവിടെ വൈൻഡപ്പ് ആവുന്നത്. അതിന് നിങ്ങൾ തന്ന എല്ലാ സഹകരണത്തിനും നന്ദിയും കടപ്പാടും എല്ലാം എന്ത് ചെയ്യാണ് നിങ്ങൾക്ക് നൽകുകയാണ്. കൂടാതെ നമ്മുടെ 5ാമത്തെ ദിവസങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ തീർക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് നിലവിൽ പരീക്ഷയാണ്. അപ്പോൾ അതിക്ക് മുന്നേ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 40ഓളം വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇനി ചെയ്യാനായി പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വരുന്ന എക്സാമിൽ വരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഒത്തിരി സ്നേഹത്തോടെ അരുൺ കൊമ്പനാടൻ. താങ്ക് യു.